ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കി കാണിക്കുന്നത് കേരള ട്രഡീഷണൽ ഉണ്ണിയപ്പമാണ്. കേരളക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പലരും ഉണ്ണിയപ്പം ഉണ്ടാക്കിയാൽ ശരിയാവുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതേ അളവിൽ ഉണ്ടാക്കി നോക്കുക. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഉണ്ണിയപ്പം റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ 2 കപ്പ് പച്ചരി വെള്ളത്തിൽ 4 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിലേക്ക് 4 അച്ച് ശർക്കര എടുക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കിയെടുക്കാം. ഈ ശർക്കരപ്പാനി ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഈ ശർക്കരപ്പാനി നന്നായിട്ട് തണുക്കാൻ വെക്കുക. നേരത്തെ കുതിരാൻ വെച്ച് പച്ചരി ഒരു അരിപ്പയിൽ വാർത്തെടുക്കുക. ഇത് വെള്ളം വാർന്ന ശേഷം മിക്സിയിലേക്ക് അതിൻ്റെ പകുതി ഇടാം. പകുതി ശർക്കരപ്പാനിയും ഒഴിച്ചെടുക്കുക. 2 ഘട്ടമായിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് 2 ഏലക്കായും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. ഉണ്ണിയപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മൈസൂർ പഴം ചേർത്ത് കൊടുക്കാം. മൈസൂർ പഴം ആണ് കിട്ടുന്നതെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഞാനിപ്പോൾ 5 മൈസൂർ പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. 5-6 മൈസൂർ പഴം ചേർത്ത് കൊടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയൊരു തരിയോട് കൂടിയാണ് അരച്ചെടുക്കേണ്ടത്. ഈ ബാറ്റർ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാം. ഈ അരിച്ചെടുത്ത മാവിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത് ബാക്കി വന്ന അരിയും കൂടി അരിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവിലേക്കുള്ള തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അല്പം നെയ്യ് ഒഴിച്ച് ചെറിയ പീസുകളാക്കി വെച്ച് തേങ്ങാക്കൊത്തും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ചൂടാറിയ ശേഷമാണ് മാവിലേക്ക് ഒഴിക്കുന്നത്. ഇത് ചൂടാറിയ ശേഷം മാവിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. ചുട്ടെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയ ശേഷം ഓരോ തവി മാവ് ഒഴിക്കാം. ഈ മാവ് ഒഴിച്ച ഉടനെ തന്നെ ഉണ്ണിയപ്പം മറിച്ചിടാം. കുറേ സമയം കഴിഞ്ഞിട്ടാണ് മറിച്ചിടുന്നതെങ്കിൽ ഉണ്ണിയപ്പം നല്ല ഹാർഡായി പോകും. അതുകൊണ്ട് തന്നെ മാവ് ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് ഒന്ന് മറിച്ചിടാം. ആ ഭാഗം ഒന്ന് നെരിഞ്ഞു വന്നാൽ വീണ്ടും തിരിച്ചും ഒന്നും കൂടെ മറിച്ചിടാം. നമ്മൾ ഉണ്ണിയപ്പം തയ്യാറായി കഴിഞ്ഞു. പൊരിച്ചെടുത്ത ഈ ഉണ്ണിയപ്പം ഒരു സ്റ്റിക്ക് വെച്ച് ഓരോ ഉണ്ണിയപ്പവും കുത്തിയെടുക്കാം. അങ്ങനെ മാവ് കഴിയുന്നത് വരെ ഓരോ തവി മാവ് ഒഴിച്ച് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു അളവ് വെച്ച് നമുക്കൊരു 40-45 ഉണ്ണിയപ്പം തയ്യാറാക്കാം. നല്ല ആരെടുത്ത ഉണ്ണിയപ്പമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.